അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1429. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ സൽമാൻ റളിയല്ലാഹു അൻഹു ഖാൽ, സൽമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ഗദാ ഇലാ സ്വലാത്തി സുബ്ഹി, ആരെങ്കിലും സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി രാവിലെ പോയാൽ, ഗദാ ബിറായത്തിൽ ഈമാൻ, അവൻ ഈമാന്റെ പതാകയുമായിട്ടാണ് അവൻ പോയിട്ടുള്ളത്. സുബ്ഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയി, ചിലപ്പോൾ നല്ല തണുപ്പുള്ള സമയമായിരിക്കും, തണുപ്പുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അവൻ സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി രാവിലെ പുറപ്പെട്ടാൽ അവൻ ഈമാനിന്റെ പതാകയുമായിട്ടാണ് അവൻ പോയിട്ടുള്ളത്. അവൻ ഈമാനിന്റെ പതാകയുടെ കീഴിലാണുള്ളത്, അവനിൽ ഈമാൻ ഉണ്ട് എന്നർത്ഥം. വമൻ ഗദാ ഇല സൂഖ്, ആരെങ്കിലും രാവിലെ അങ്ങാടിയിലേക്ക്, മാർക്കറ്റിലേക്കാണ് പോകുന്നത്, എന്നാൽ ഗദാ ബിറായത്ത് ഇബ്ലീസ്, അവൻ ഇബ്ലീസിന്റെ പതാകയുമായിട്ടാണ് പോയത് എന്ന് പറഞ്ഞാൽ എപ്പോഴും വഴിപിഴക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്, ഹറാമിനുള്ള തെറ്റിനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിരിക്കും. അങ്ങാടിയിൽ നാലാൾ നിൽക്കുമ്പോൾ ഒരാളുകളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഹറാമായ നോട്ടങ്ങൾ അകപ്പെട്ട്, അങ്ങനെ പലതിനും സാധ്യത ഉണ്ടാകുന്നുണ്ട്. ഇബ്ലീസിന്റെ പതാകയാണ് അവന്റെ കൂടെ, അവനെ വഴി പിഴപ്പിക്കാൻ ഇബ്ലീസ് വളരെയേറെ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണെന്നും അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടിയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോവുക, കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോരണം, മാർക്കറ്റിൽ തിരിഞ്ഞു കളിക്കരുത് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈമാനിന്റെ പതാകയായിരിക്കണം നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത്. അതിന് കൃത്യമായി നിസ്കരിക്കാൻ ജമാഅത്തിന് പോകുന്നവരായിരിക്കണം. പ്രത്യേകിച്ച് സുബ്ഹി ജമാഅത്തിന് നമുക്ക് തടസ്സങ്ങളൊന്നും പറയാനില്ല. മറ്റു ജോലി മറ്റുമൊക്കെ പറഞ്ഞാലും സുബ്ഹിക്ക് നാം ഒക്കെ വീട്ടിലുണ്ടാകുന്നവരാണ്. സുബ്ഹിക്ക് നമ്മുടെ ആൺമക്കളൊക്കെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം, എന്നിട്ട് ജമാഅത്തിന് പങ്കെടുക്കണം. അവൻ ഈമാൻ ഉണ്ട്, അവൻ ഈമാനിന്റെ പതാകയുടെ കീഴിലാണ് എന്നതിൻ്റെ അടയാളമാണ് അത്തരം ജമാഅത്തിന് പോകുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ പതാകയുടെ കീഴിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.